എല്ലാവർക്കും നമസ്കാരം. ശനിമാറ്റം എന്ന് പറയുന്നത് ഇപ്പോൾ രാശിമാറ്റമല്ല. ശനി ഇപ്പോൾ മീനൻ രാശിയിൽ സഞ്ചരിക്കുന്ന സമയമാണ്. ശനി മെയ് മാസം 17-ാം തീയതി മുതൽ മീനൻ രാശിയിൽ തന്നെ ബുധൻ്റെ നക്ഷത്രമായ രേവതിയിലേക്കുള്ള സഞ്ചാരം ആരംഭിക്കുന്ന സമയമാണ്. ഇക്കഴിഞ്ഞ കുറച്ച് നാളുകളായി ഉത്രട്ടാതിയിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ശനി മെയ് 17 മുതൽ ബുധൻ്റെ നക്ഷത്രമായ രേവതിയിൽ സഞ്ചരിക്കുകയാണ്. മെയ് 17 മുതൽ ഒക്ടോബർ 9 വരെ ഏകദേശം 6 മാസക്കാലത്തോളം ശനിയുടെ സഞ്ചാരം ഇനി രേവതി നക്ഷത്രത്തിലാണ്. ബുധൻ്റെ നക്ഷത്രമായ രേവതിയിൽ ശനി സഞ്ചരിക്കുന്ന ഈ സമയം ഒരു 5 രാശിയിൽപ്പെട്ട നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാവാൻ പോകുന്നത്. ശനി പ്രപഞ്ചത്തിൻ്റെ കർമ്മകാരകനും ആയുർകാരകനുമാണ്. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലങ്ങൾ നൽകുന്ന ഗ്രഹമാണ് ശനി. ശനി നൽകുന്ന ഗുണഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കാലങ്ങളോളം സ്ഥിരമായി നിലനിൽക്കുന്നതാണ്. ശനി നൽകുന്ന ഗുണഫലങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് കോടീശ്വര യോഗം പോലും വന്നു ചേരുന്ന സമയമാണ്. ശനി ആയുരാരോഗ്യ സൗഖ്യം നൽകുന്ന ഗ്രഹമാണ്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, മീനം രാശിയിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ശനി ബുധൻ്റെ നക്ഷത്രമായ രേവതി നക്ഷത്രത്തിൽ സഞ്ചരിക്കുമ്പോഴുള്ള പൊതുവായ ഫലമാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ശനി മഹാദശ നിങ്ങളുടെ ജീവിതത്തിൽ ജാതകപ്രകാരം നടക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗ്രഹത്തിൻ്റെ ദശയിൽ ശനിയുടെ അപഹാരമുണ്ടെങ്കിൽ മേൽപ്പറഞ്ഞ ഗുണഫലങ്ങൾ ധാരാളമായി നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ജനന ജാതകപ്രകാരം നിങ്ങൾക്ക് അത്രമേൽ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് അതൊന്ന് പരിശോധിച്ച് മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും. പൊതുവെ ബുധൻ്റെ നക്ഷത്രമായ രേവതിയിൽ ശനി സഞ്ചരിക്കുന്ന ഈ ഒരു 6 മാസ കാലഘട്ടം പലരുടെയും ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. സ്വന്തം ജാതകം പരിശോധിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ജീവിതത്തിൽ ഏതെങ്കിലും ഗ്രഹം നിങ്ങൾക്ക് അത്രമേൽ ബലഹീനനായിട്ടോ പാപഗ്രഹമായിട്ടോ നിൽക്കുന്ന ദശാകാലം നടക്കുന്ന സമയമാണെങ്കിൽ മാത്രമേ നിങ്ങൾക്കിതിൻ്റെ ഗുണഫലങ്ങൾ ലഭിക്കാതിരിക്കുകയുള്ളൂ. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മകരം രാശിയിലെ ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്രക്കാരെക്കുറിച്ചാണ്. മകരം രാശിയിലുള്ള നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ശനിയുടെ ഒരു മാറ്റം എന്ന് പറയുന്നത് വളരെയധികം നന്മകളും ഗുണഫലങ്ങളും ഉൾപ്പെടെ ഏറ്റവും ശ്രേഷ്ഠമായ ഫലങ്ങളാണ് ഈ ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത്. ശനി ബുധൻ്റെ നക്ഷത്രമായ രേവതിയിൽ സഞ്ചരിക്കുന്ന സമയം മുതൽ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ, ഉയർച്ചകൾ, മാറ്റങ്ങൾ, ഗുണഫലങ്ങൾ, നന്മകൾ എല്ലാം അനുഭവത്തിൽ വന്നു ചേരും. ബുധൻ എന്ന ഗ്രഹം തന്നെ നിങ്ങൾക്ക് ഭാഗ്യാധിപനാണ്. കഷ്ടകാലങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഒക്കെ മാറ്റി ഒരുപാട് നന്മകൾ നൽകുന്ന ഒരു ഗ്രഹമാണ്. പൊതുവെ ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ധനപരമായിട്ടുള്ള മുന്നേറ്റം ഉണ്ടാകുന്ന സമയമാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വിട്ടുമാറി സാമ്പത്തിക ഉയർച്ച ഉണ്ടാകുന്ന സമയമാണ്. നിങ്ങളുടെ കുടുംബത്തിൽ സന്തോഷം, സമാധാനം എന്നിവ വന്നു ചേരും. പല കാര്യങ്ങളിലെയും തടസ്സങ്ങൾ വിട്ടുമാറി ആയുരാരോഗ്യ സൗഖ്യങ്ങളാണ് ശനി നിങ്ങൾക്ക് തരുന്നത്. പ്രപഞ്ചത്തിൻ്റെ ആയുർകാരകനായതിനാൽ ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മകരം രാശിക്കാർക്ക് അതെല്ലാം വിട്ടുമാറി ആരോഗ്യം നിങ്ങൾക്ക് പൂർണ്ണമായും തിരിച്ചു ലഭിക്കുമെന്നുള്ളതാണ്. അതുപോലെ ശനി പ്രപഞ്ചത്തിൻ്റെ കർമ്മകാരകനായതിനാൽ തന്നെ ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ എല്ലാം ഈ ഒരു സമയത്ത് വിട്ടുമാറും. ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി ലഭിക്കും. ജോലിയിലുള്ളവർക്ക് കർമ്മസംബന്ധമായ ഉയർച്ച ലഭിക്കും. ജോലി സംബന്ധമായ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്തു തന്നെയായാലും അത് ലഭിക്കുകയും ചെയ്യും. ജോലിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ മാറാനുള്ള അവസരം കൂടി ലഭിക്കും. സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് ഒരുപാട് മാറ്റങ്ങളും ഉയർച്ചയും ഉണ്ടാകും. നിങ്ങൾക്ക് എതിർപ്പുകൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കുന്നത് കുടുംബങ്ങളിൽ നിന്നാണെങ്കിൽ അതെല്ലാം പൂർണ്ണമായും വിട്ടുമാറി പുതിയ ഉന്മേഷം, ഉണർവ്, സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്ന സമയമാണ്. പണം നിങ്ങളുടെ ആവശ്യത്തിന് വന്നു ചേരും. അതുപോലെ തന്നെ ഭാഗ്യാധിപനായ ബുധൻ്റെ നക്ഷത്രത്തിൽ ശനി സഞ്ചരിക്കുമ്പോൾ അപ്രതീക്ഷിതമായിട്ടുള്ള ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും. ഓരോ നക്ഷത്ര ജാതകർക്കും വ്യത്യസ്തമായ അനുഭവങ്ങളായിരിക്കും വന്നു ചേരുക. മകരം രാശിക്കാരായ സ്ത്രീകളെയും പുരുഷന്മാരെയും സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ആഗ്രഹപ്രകാരമുള്ള പുതിയ ജോലി നിങ്ങൾക്ക് ലഭിക്കും.
ബിസിനസ്സുകൾ, ചെറിയ വ്യവസായങ്ങളൊക്കെ നടത്തിക്കൊണ്ടു പോകുന്നവർക്ക് വലിയ വലിയ നേട്ടങ്ങളായിരിക്കും സംഭവിക്കുക. അങ്ങനെ മകരം രാശിക്കാർക്ക് വലിയ വലിയ നേട്ടങ്ങളും അനുഗ്രഹങ്ങളും വന്നു ചേരുന്ന ഒരു സമയമാണ്. ഈ ഒരു 6 മാസ കാലഘട്ടം മകരം രാശിയിൽപ്പെട്ട നക്ഷത്ര ജാതകർക്ക് സ്വന്തമായ വീട്, വാഹനം, ഭൂമി എന്നീ യോഗങ്ങൾ വന്നു ചേരും. ശനി നൽകുന്ന നേട്ടങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കുന്ന ഒരു സമയമാണ്. ശനി എന്തെങ്കിലും നിങ്ങൾക്ക് നൽകുന്നുണ്ടെങ്കിൽ ജീവിതാവസാനം വരെ അത് നിങ്ങളുടെ ജീവിതത്തിൽ സ്ഥിരമായി നിലനിൽക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ശനി നൽകുന്ന അനുഭവങ്ങൾ പൂർണ്ണമായും വന്നു ചേരും. നിങ്ങളുടെ ആഗ്രഹങ്ങൾ എല്ലാം തന്നെ പൂർണ്ണമായി പൂർത്തിയാക്കുന്ന ഒരു സമയമാണ്. അലസത, തടസ്സം ഇതൊക്കെ പൂർണ്ണമായും വിട്ടുമാറി മകരം രാശിയിലുള്ള സ്ത്രീ പുരുഷന്മാർക്ക് ഓരോ തരത്തിലുള്ള വിജയം, ഓരോ തരത്തിലുള്ള ലാഭവും ശനിയുടെ സ്വാധീനം കൊണ്ട് വന്നു ചേരും. അപ്പോൾ നിങ്ങളുടെ ജനന ജാതകം പരിശോധിച്ചാൽ മകരം രാശിക്കാരുടെ രാശ്യാധിപൻ ശനിയാണ്. മകരം ലഗ്നത്തിൽ ജനിക്കുന്നവർക്ക് ലഗ്നാധിപനും ശനിയാണ്. ശനി ബുധൻ്റെ നക്ഷത്രമായ രേവതിയിലേക്ക് സഞ്ചരിക്കുന്ന ഈ സമയത്ത് നിങ്ങളുടെ കടബാധ്യതകൾ, രോഗങ്ങൾ, ദുരിതങ്ങൾ എല്ലാം വിട്ടുമാറി ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് നന്മകൾ, നേട്ടങ്ങൾ, വലിയ മാറ്റങ്ങൾ, സമ്പൽ സമൃദ്ധി, സാമ്പത്തിക അഭിവൃദ്ധി, ജീവിതത്തിൽ സന്തോഷം, അത്യപൂർവമായ നേട്ടങ്ങൾ ഈ ഒരു 6 മാസക്കാലത്തോളം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒഴുകിയെത്തും. ഈ ഒരു ഭാഗ്യ അവസരത്തിൽ വേദിക് സീക്രട്സിൻ്റെ പ്രാർത്ഥന നിങ്ങൾക്കൊപ്പം ഉണ്ടാകും. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി, നമസ്കാരം.